വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി ഒരേ സമയം 2 യുവതികളും വാശി പിടിച്ചതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. ജീവനൊടുക്കിയ നമസ്കാരം. മധു മേഘയെക്കുറിച്ച് അറിയാമല്ലോ. 2 ആഴ്ച മുമ്പ് എന്ത് ചെയ്തു? ഒരു IB ഉദ്യോഗസ്ഥയാണ് 2 ആഴ്ച മുമ്പ് സ്വന്തം കാമുകന് വേണ്ടിയിട്ട് എല്ലാം സർവ്വം കയ്യിലുണ്ടായിരുന്ന എല്ലാം കൊണ്ട് അവൻ്റെ കാലടിയിൽ കൊണ്ട് വെച്ചു കൊടുത്തു. അവനെല്ലാം ഉപയോഗിച്ചെല്ലാം റെഡിയാക്കി അവസാനം ഗതികെട്ട് എന്ത് ചെയ്തു? ട്രെയിനിൻ്റെ മുമ്പിൽ വന്ന് ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കി. മേഘ പിന്നീട് മധു IB ഉദ്യോഗസ്ഥ 19,000 മാസം ശമ്പളം കിട്ടി. എന്തിൻ്റെ കൊഴുപ്പെന്ന് അറിഞ്ഞൂടാ ഇതൊക്കെ സംഭവിച്ചു. നഷ്ടപ്പെട്ട ആർക്ക്? മേഘയ്ക്ക് നഷ്ടപ്പെട്ടു. അതിനോടൊപ്പം എന്ത് ചെയ്തു? ഇവരുടെ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചു. വേറെ ആർക്ക് നഷ്ടം സംഭവിച്ചു? ഒന്നും ആർക്കും ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ല. ഇവിടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറഞ്ഞാൽ അവളെ കൂട്ടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന ഒരു നാറി. അവനെ കണ്ടവൻ കാമദേവനാണെന്ന് തോന്നുന്നു. കാമദേവനാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അവിടെയുള്ള എല്ലാവരും, അവിടെയുള്ള പെൺകുട്ടികൾ എല്ലാവരും ഇവൻ്റെ ബാക്കിലേ പോവുകയാണ്. അവിടെയുള്ള IB ഉദ്യോഗസ്ഥയായിട്ടുള്ള പെൺകുട്ടികൾ 1 അല്ല 2 അല്ല 3 എണ്ണം വരെ ഇവൻ്റെ ബാക്കിലേ പോവുകയാണ്. ഇവൻ കൊണ്ടുവന്ന് നിരന്തരം ഉപയോഗിക്കുകയാണ്. ഉപയോഗിച്ച് ഈ പറയുന്ന മേഘയെ എന്ത് ചെയ്തു? മേഘ ഉപയോഗിക്കുക മാത്രമല്ല, അവൾക്ക് അബോർഷൻ വരെ നടത്തി, ഗർഭചിത്രം വരെ നടത്തി. അതിനുശേഷം എന്ത് ചെയ്തു? അവളെ പണമെല്ലാം അടിച്ചു മാറ്റി. മാസം തോറും ഇവൾക്ക് കിട്ടുന്ന പണമെല്ലാം ഈ പറയുന്ന സുഗാന്തിൻ്റെ ഭർത്താവിന് അയച്ചു കൊടുക്കുന്നു. ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും പോലെ നീ ചിലവിന് വേണ്ടി എന്നാ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു കൊടുക്കുന്നു. അവസാനം ഗത്യന്തമില്ലാതെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അറിയുന്ന മറ്റൊന്നുമല്ല, ഇവൻ, അതായത് ഇതിനെല്ലാത്തിനും കാരണം ഇവരുടെ ആത്മാർത്ഥ സുഹൃത്താണ്. ഈ പെൺകുട്ടിയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. എനിക്കിത് കേൾക്കുമ്പോൾ വേറെ പലതും ഈ ഒരു മാധ്യമമായിട്ട് പറയുന്നില്ല. അതായത് ഇവിടെ കൂടെ നടന്ന ആത്മാർത്ഥ ഇവരുടെയൊക്കെ ബന്ധം മുമ്പേ അറിയാമായിരുന്നു. ആത്മാർത്ഥ സുഹൃത്ത് ഇവരോടൊപ്പം നടക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആത്മാർത്ഥ സുഹൃത്തിന് അവസാനം ഈ കാമദേവനുമായിട്ട് എന്ത് ചെയ്തു? അവൾക്ക് പ്രണയം. എവളും ഈ പറയുന്ന കാമദേവനുമായിട്ട് വീണ്ടും പ്രണയത്തിലാവുന്നു. അതിനുശേഷം എവളും എന്ത് ചെയ്യുന്നു? ഈ തരത്തിലുള്ള ലൈംഗിക, അതായത് ദാമ്പത്തിക ബന്ധം, അതായത് എന്താ പറയുന്നത്, ഈ പറയുന്ന ബന്ധം തുടങ്ങുന്നു. മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരേ സമയം 3 പെൺകുട്ടികളെ, ഈ IB ഉദ്യോഗസ്ഥയായ 3 പെൺകുട്ടികളെ ഒരേ സമയം സ്നേഹിക്കുകയും അവരെയൊക്കെ എന്ത് ചെയ്തു? ഗർഭിണികളാക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇവൻ്റെ സ്വഭാവം ഇതാണല്ലോ. ഇവൻ്റെ സ്വഭാവം ഇതാണ്. ഇവൻ എന്ത് ചെയ്തു? ഈ പറയുന്ന, അല്ല ഞാൻ ആലോചിക്കുന്നത്, ഇവൻ എന്താ ഇരിക്കുന്നത്? ഈ മഴക്ക മുടിയില്ലാത്ത ഇവനെ കണ്ട് നിങ്ങളെ ആൾക്കാരെല്ലാം കൂടി ചെന്ന് കമന്ന് വീഴാൻ എന്താ സംഭവം? ഇനി എനിക്കിതിൽ വേറൊരു ഡൗട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് വേറൊരു ഡൗട്ട് എനിക്കുള്ളത്, എങ്ങനെ ഇവൻ്റെ കൂടെ മാത്രം, അതായത് ഒരു പെൺകുട്ടി, സ്വന്തം ആത്മാർത്ഥ സുഹൃത്തായ പെൺകുട്ടി, ഈ മേഘയ്ക്ക് ഓൾറെഡി ഇവനുമായിട്ട് പ്രണയമുണ്ടെന്നും മേഘ ഇതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നും ഇതൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നു അബോർഷന് വേണ്ടിയിട്ട് കൊണ്ടുപോയത് പോലും ഈ പെൺകുട്ടിയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവളുടെ ആത്മാർത്ഥ സുഹൃത്താണ് ഇവളെ ഈ അബോർഷന് വേണ്ടിയിട്ട് കൊണ്ടുപോയത് എന്നുള്ള ഒരു ന്യൂസും വരുന്നുണ്ട്. അങ്ങനെയുള്ള പെൺകുട്ടി, ഈ പെൺകുട്ടി അറിയാതെ മറ്റവനുമായിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന ബന്ധം സ്ഥാപിക്കുകയും ഈ പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റവരോട് സംസാരിച്ചു. അപ്പോൾ ഇവൻ ഈ 3 പേരെയും ഇവൻ്റെ ഇതേ രീതിയിലേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്തു? അവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും അവസാനം എന്ത് ചെയ്തു? അവസാനം നോക്കിയാൽ മേഘ എന്ത് ചെയ്തു? മേഘയെ മടുത്തു. കാരണം ആദ്യമേ ചെന്ന് അവൻ്റെ വലയിൽ വീണത് മേഘയാണ്. മേഘയെ കൊണ്ടു നടന്നു, ആ റൂം എടുത്തു. ഞാൻ പറയുന്നുണ്ട് എന്താണ് ലിവിങ് ടുഗദർ എന്നൊക്കെ ആയിരിക്കൂടെ. അതല്ലേ മാസം തോറും സ്വന്തം ഭർത്താവിന് അയച്ചു കൊടുക്കും പോലെ പൈസ അയച്ചു കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ചെയ്തു അവസാനം മേഘയിൽ നിന്ന് അവൾ തൃപ്തിപ്പെട്ട് മേഘയെ അങ്ങ് മാറ്റിവിട്ട് ഇനി എനിക്ക് വേണ്ട, ഇനി അടുത്ത അവൾ വരട്ടെ. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന കൂട്ടുകാരികൾ തമ്മിൽ അടിയായി. ഈ പറയുന്ന മേഘയും ഈ ആത്മാർത്ഥ സുഹൃത്തുമായി അടിയായി. എനിക്ക് തന്നെ ഈ കാമദേവനെ വേണമെന്ന് രണ്ടുപേരും പരസ്പരം തമ്മിൽ അടിയായി. മനസ്സിലായി? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. മറ്റവളും ഗർഭിണിയായിരിക്കാം, എനിക്കറിഞ്ഞൂടാ. അവളും ഗർഭിണിയായി, എവളും കഴിഞ്ഞ് 3ാമത്തവളും ഗർഭിണിയാണ്. 3ാമത്തവളെ പറ്റി ഒരു പിടുത്തവും ഇല്ല. ഈ പറയുന്ന ട്രിവാൻഡ്രത്തുള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നത്, അതും IB ഉദ്യോഗസ്ഥ തന്നെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ വാക്ക് തർക്കമായി. എനിക്ക് കെട്ടണം, മറ്റവൾ പറഞ്ഞു എനിക്ക് കെട്ടണം, ഇവള് പറഞ്ഞു ഇവൾക്ക് കെട്ടണം എന്നുള്ള തർക്കത്തിനിടയിൽ അവസാനം ഈ പറയുന്ന ഈ കാമദേവൻ എന്ത് പറഞ്ഞു എന്നറിയുമോ? കാമദേവൻ പറഞ്ഞു എനിക്ക് നിന്നെ മടുത്തു, നിന്നെ വേണ്ട, എനിക്ക് മറ്റവളെ മതി എന്ന് പറഞ്ഞു. മനസ്സിലായോ? എനിക്ക് നിന്നെ മടുത്തു, എനിക്ക് നിന്നെ വേണ്ട, എനിക്കിനി മറ്റവളെ മതിയെന്ന് പറയുന്നു. അതിൽ മണന്തൊന്നാണ് എന്ത് ചെയ്തു? ഇതിനിടയ്ക്ക് ഈ 2 പേരും ചേർന്ന്, ഈ 2 കൂട്ടുകാരികളും തമ്മിൽ ഭയങ്കര തർക്കമായി. ഇതിൻ്റെ തലേ ദിവസമൊക്കെ തർക്കമായി. എനിക്ക് എൻ്റെ ഭർത്താവിനെ വിട്ടു തരുമെന്നും പറഞ്ഞുകൊണ്ട് മേഘ ഈ പറയുന്നത് വിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആത്മാർത്ഥ സുഹൃത്ത്, മനസ്സിലായോ? അവസാനം ഇവൻ പറഞ്ഞു നിന്നെ എനിക്കിനി വേണ്ട, എന്നെ മടുത്തു, എനിക്ക് മറ്റവളെ മതി എന്നുള്ള രീതിയിൽ ഇവൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ന്യൂസ്, ഇന്ന് രാവിലെ വന്നൊരു ന്യൂസ് കേൾക്കാം. ഓക്കെ. സംഭവത്തിന് പിന്നാലെ സുഗാന്ത് സുരേഷിന് തിരുവനന്തപുരം സ്വദേശിനിയായ മറ്റൊരു IB ഉദ്യോഗസ്ഥയുമായി ഉണ്ടായിരുന്ന രഹസ്യബന്ധം യുവതി അറിഞ്ഞതോടെയാണ് ഇരുവർക്കുമിടയിൽ തർക്കങ്ങൾ തുടങ്ങിയത്. കൂടൽ സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥയുമായുള്ള ബന്ധം ദൃഢമാകും മുമ്പേ തിരുവനന്തപുരം സ്വദേശിനിയുമായി സുഗാന്ത് ഏറെ അടുത്തിരുന്നുവെന്നാണ്
അന്വേഷണത്തിലെ കണ്ടെത്തൽ. സുഗാന്തിനെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി ഒരേ സമയം രണ്ട് യുവതികളും വാശി പിടിച്ചതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. ജീവനൊടുക്കിയ 24-കാരിയുടെ സുഹൃത്തായിരുന്ന ഈ IB ഉദ്യോഗസ്ഥയുമായി വിവാഹത്തിന്റെ പേരിൽ തർക്കമുണ്ടായതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ സംഭവം വിവാദമായതോടെ മാനസികമായി തളർന്ന തിരുവനന്തപുരം സ്വദേശിനി ഇപ്പോഴും മാനസികാരോഗ്യ വിദഗ്ധരുടെ ചികിത്സയിൽ തുടരുകയാണെന്നാണ് സൂചന. അതായത് മാനസികമായി തകർന്നു, ഒരു മറ്റേ കൂട്ടുകാർ മാനസികമായി തകർന്നു. ഇപ്പോൾ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ അവർക്ക് ഭ്രാന്തായി എന്നാണ് പറയുന്നത്. അതായത് ഈ കാമദേവന് വേണ്ടിയിട്ട് ഈ രണ്ട് പെൺകുട്ടികളും ഒരുപോലെ ഫൈറ്റ് ചെയ്തു. എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ഫൈറ്റ് ചെയ്തു. അവസാനം എന്ത് ചെയ്തു? ഈ പെൺകുട്ടി, ഈ മേഘ എന്ന് പറയുന്ന പെൺകുട്ടി ഈ കൊണ്ടുപോയി സ്വന്തം ജീവിതം കൊണ്ട് കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇവൾക്ക് കൺട്രോൾ തരും. ഇനിയിപ്പോൾ എൻ്റെ കല്യാണം നടക്കില്ല എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ ഇതിപ്പം സത്യത്തിൽ അവൾക്ക് മാനസിക തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തെറ്റിയതാണോ അത് ഇനി അടുത്ത എൻ്റെ പേരിലേക്ക്? കാരണം ഇവളും ഈ പറയുന്ന ഈ രണ്ട് കൂട്ടുകാരികൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് നടന്നിരിക്കുന്നു. ഈ രണ്ട് കൂട്ടുകാരികൾ തമ്മിൽ സുഗാന്ത് എന്ന് പറയുന്ന കാമദേവന് എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ഈ മൾക്കന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ പരസ്പരം നല്ല രീതിയിൽ വാക്പോരുണ്ടായിട്ടുണ്ട്, വെല്ലുവിളികൾ ഉണ്ടായിട്ട്, നിനക്ക് ചുണയുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ കെട്ടിടി, ഞാൻ തന്നെ അവനെ കെട്ടും എന്നുള്ള തരത്തിലേക്ക് ഒരു പോർവിളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന മേഘ അതുവരെ എന്ത് ചെയ്തു? ഫൈറ്റ് ചെയ്ത് നിന്നു. കാരണം മേഘയാണല്ലോ ആദ്യം കൊണ്ട് അവൻ ഈ പറയുന്ന ലൈംഗികമായി ഉപയോഗിച്ചത്, മേഘയാണല്ലോ കെട്ടാമെന്ന് പറയുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് ഫൈറ്റ് ചെയ്യുന്നതിന് അവസാനം എന്ത് ചെയ്തു? മറ്റവൾ ജയിക്കുന്ന രീതിയിലേക്ക് മാറി. ഇതെന്ത് ചെയ്തു? ഈ സുഗാന്ത് എന്ത് ചെയ്തു? സുഗാന്ത് പറഞ്ഞ് തന്നെ ഇനി എനിക്ക് വേണ്ട, എനിക്ക് മറ്റവളെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും മതി എന്ന് ഇവനെ ഇവിടെയുമല്ല ബാംഗ്ലൂര് എവിടെ കുംഭമേള എന്തൊക്കെ പറയുന്നു. അവൻ ലോകം മൊത്തം ഓടി നടന്ന് ഇതുപോലെ വ്യഭിചാരം ചെയ്യുന്ന ഒരു പരമാറിയാണ് ഇവൻ ഇപ്പം കൊണ്ടിട്ട് ഈ പറയുന്ന പിന്നീട് മുൻകൂർ ജാമ്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഇവരുടെ ഈ പറയുന്ന മേഘയുടെ അച്ഛനും അമ്മയ്ക്കും എതിരായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മേഘയുടെ അച്ഛനും അമ്മയുമാണ് ഇതിന് കാരണം, ഇവരുടെ ആത്മഹത്യക്ക് കാരണം. മേഘയുടെ അമ്മ എന്ത് ചെയ്തു? ഈ പിന്നീട് ഈ വിവാഹത്തിന് സംബന്ധിച്ചില്ല, അതിൻ്റെ സമ്മർദ്ദത്തിലാണ് ഇവൾ പോയി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ അന്നത്തെ ദിവസം രാവിലെ ഈ പറയുന്ന മേഘ അമ്മയെ വിളിച്ചിട്ട് എന്ത് പറയുന്നു? വേറെ പ്രശ്നമൊന്നുമില്ല, ലഞ്ചിൻ്റെ കേസൊക്കെ പറയുന്ന ഒരു വിഷയമില്ലാതിരുന്ന മേഘ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഇവനെ വിളിക്കുമ്പോൾ അവിടെ വെച്ചാണ് തർക്കം രൂക്ഷമാകും. ഈ പെൺകുട്ടിയുമായിട്ടുള്ള അവളുടെ കൂട്ടുകാരികളുമായിട്ടുള്ള തർക്കം. അതിനുശേഷം സുഗാന്തിനോട് നീ പോയി ചാവടി എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, നീ പോയി ചാവടി എന്ന് പറഞ്ഞ് അവളുടെ ആ ഒരു ഒറ്റ വാശിക്ക് കൊണ്ടുപോയി എന്ത് ചെയ്തു? തൻ്റെ ജീവിതം കൊണ്ട് തൊലച്ചു. IB ഉദ്യോഗസ്ഥയാണ്, 19,000-ന് മേൽ ശമ്പളമുള്ളവരാണ്, അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മകളാണ് അല്ലേ. ഈ പറയുന്ന വേറെ അവർക്ക് സാമ്പത്തികമായിട്ടുമുണ്ട്. ഇപ്പം ഈ പെൺകുട്ടികളുടെ കൊഴുപ്പ് എനിക്ക് ഈ മേഖലയുടെ അടുത്ത് സത്യം പറഞ്ഞാൽ എനിക്കൊരു സഹതാപം തോന്നുന്നില്ല. കാരണം എന്നറിയാമോ? ഈ പെൺകുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ സ്നേഹം ഈ പറയുന്ന ഈ പ്രായത്തിലൊക്കെ പ്രേമം ഇതൊക്കെ ഉണ്ടാകുന്ന ശരി, അവിടെ കൊണ്ടുവന്ന് നമ്മുടെ സ്വന്തം ശരീരം കൊണ്ട് വെച്ച് കൊടുത്താലേ ഇന്നാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് വെച്ച് കല്യാണത്തിന് മുമ്പ് കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. അവന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവനത് മടുത്തു തുടങ്ങും. അത് ഞാൻ എല്ലാവരും പറയുന്നത് ഒരു 90% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ആണുങ്ങളായാൽ ഞാൻ എൻ്റെ ഒരു അറിവിൽ ഒരു 90% ആണുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ശരീരം മുമ്പേ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 വട്ടം അല്ലെങ്കിൽ ഭാര്യയെ പോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അതെന്ത് ചെയ്യും? അവന് വേണ്ടാന്ന് തോന്നും. പിന്നെ പുതിയ നോക്കി പോകേണ്ടതായിട്ട് വരും. ഈ പെൺകുട്ടികളുടെ കേസ് നേരെ തിരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 90% പെൺകുട്ടികൾ ആദ്യമായിട്ട് ഒരു പുരുഷന് തൻ്റെ ശരീരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പുരുഷനെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് 90% പെൺകുട്ടികൾ. അവിടെ അങ്ങനെയാണ് മേഘയ്ക്ക് പറ്റിയത്. മേഘ എന്ത് ചെയ്തുകൊണ്ട് ശരീരം കൊണ്ട് അടിയറവ് വെച്ചു. ഇനി അവനെ തന്നെ ഭർത്താവായിട്ട് മതി. മനസ്സിലായോ? ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. 90% ആണുങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഇനി വേണ്ട അടുത്തയിലേക്ക് പോകും. പെൺകുട്ടികൾ ആദ്യമായിട്ട് ഒരു പുരുഷന് കൊടുത്ത് ആ പുരുഷനെ തന്നെ വേണമെന്ന് പറയുന്നത് 90% ആണ് എൻ്റെ ഒരു ഞാനെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് മേഘയെ പോലെ പെൺകുട്ടികൾ ആരൊക്കെ കണ്ടുകൊണ്ടിരുന്നാലും ശരി, ഇപ്പോൾ നഷ്ടപ്പെട്ടത് അവൾക്കും അവളുടെ അച്ഛനും അമ്മയുമാണ്. ഈ സുഗാന്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ അവനെ ആത്മഹത്യാ പ്രേരണ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് ജയിലിടാൻ ഒരാഴ്ച അവൻ വെളിയിറങ്ങും, അല്ലെങ്കിൽ 1 മാസം 2 മാസം 1 കൊല്ലം കിടക്കാം വെളിയിറങ്ങും. അവൻ പുതിയ പെണ്ണ് കിട്ടിയവൻ സുഖമായിട്ട് ജീവിക്കും. നിങ്ങളീ കൊണ്ട് പ്രേമം തേങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരം കൊണ്ട് അടിയറവ് വയ്ക്കുമ്പോഴേ ആലോചിക്കണം. അതുകൊണ്ട് ഒരുത്തനും എത്ര പ്രേമമാണ്, എത്ര വിശ്വാസമാണ് എന്നൊക്കെ നമ്മൾക്കറിയാം. പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വിശ്വാസമാണ്. എന്തായാലും ചേട്ടൻ എന്നെ കളഞ്ഞിട്ട് പോകുന്ന ഒരു വിശ്വാസമൊക്കെ നിങ്ങൾക്ക് കാണും. അതൊക്കെ വെറുതെയാണ്. അത് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെയുള്ള സംഭവം കല്യാണത്തിന് ശേഷം എന്നുള്ളൊരു സ്റ്റാൻഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിക്കില്ല. ഇനി അവൻ വേറെ എവിടെയെങ്കിലും പോയാലും പരിക്കില്ലാതെ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? മേഘനത്ത് എന്താ സംഭവിച്ചത്? ഗർഭിണിയായി. ഇത് ആദ്യത്തെ വട്ടമാണോ? പല പ്രാവശ്യം സംഭവിച്ചു അറിയത്തില്ല. അപ്പോൾ നോക്കിയപ്പോൾ എന്തായാലും വീണ്ടും കെട്ടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഇവൾ അറിയുന്നു മറ്റുള്ള സ്വന്തം കൂട്ടുകാർ കൂടെ നടന്ന കൂട്ടുകാർ തന്നെ ചതിച്ചിരിക്കുന്നു. കൂട്ടുകാർ തന്നെ മറ്റവൻ്റെ ഈ പറയുന്ന എന്ത് ചെയ്തു? അവൻ്റെ കൂടെ ഈ പറയുന്നുള്ള പ്രേമത്തിൽ പോയിരിക്കുന്നു. ഇനിയും ഇവന് ഭയങ്കര ജോത്സ്യവും ഭയങ്കര ചാത്തൻ സേവയെ കൊണ്ടെന്ന് പറഞ്ഞു. ഇവൻ ഈ പെൺകുട്ടികളെല്ലാം എങ്ങനെ വളർത്തത്? ഈ പെൺകുട്ടിയെല്ലാം വളർത്തത് ഈ ചാത്തൻ സേവ വഴിയാന്ന് എനിക്ക് ഡൗട്ടുണ്ട്.
ഇവിടെ പറയാൻ പോലെ വശീകരണ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഉണ്ട്. അല്ലാതെ ഈ പറയുന്ന ഈ മൾക്കണ എല്ലാവരും എല്ലാ അവിടെയുള്ള പെൺകുട്ടികളെല്ലാം കൂടെ അവൻ്റെ മേഖല എന്ത് നടക്കുന്നത്? ചിലപ്പം പറയാൻ പറ്റില്ല, വല്ല സാത്തൻ സേവയോ ഈ പറയുന്ന വശീകരണ മന്ത്രമോ എന്തെങ്കിലും ഉപയോഗിച്ച് മറ്റുള്ള പെൺകുട്ടികളെയും ഇവൻ ഇത് തന്നെ ചെയ്ത് ഇവൻ ഇവിടെ മാത്രമല്ല പലയിടത്തും പല പെൺകുട്ടികളുമായിട്ട് ഇതേ ഒരു സെറ്റപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അവൻ വലിയ പറഞ്ഞ മോഹൻലാലും പിന്നെ ഷാറുഖ് ഖാനൊന്നും അല്ലല്ലോ. അവൻ്റെ ബാക്കിലെ പെൺകുട്ടികൾ ഇങ്ങനെ നടക്കണം. അവന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ജീവൻ വരെ കളയാനുള്ള ലെവലിലേക്ക് ഈ കുട്ടികൾ എത്തണമെങ്കിൽ എന്തെങ്കിലും ചാത്തൻ സേവയായിരിക്കും. ഇതിനെക്കുറിച്ചും അന്വേഷിക്കണം. നമ്മൾ മുമ്പൊരു വാർത്ത കേട്ടു, ഇവൻ എന്ത് ചെയ്തു, ഈ പറയുന്ന ജ്യോതിഷവും ചാത്തനും അങ്ങനെ അതൊക്കെയുള്ള ഒരു പരിപാടിയാണ് ഇവന്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇവനെ എന്തായാലും ഇനിയിപ്പോൾ ജാമ്യം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇവൻ ഒളിവിലാണ്. അവനെ എങ്ങനെയെങ്കിലും പോയി പിടിച്ച് അവൻ എന്തായാലും ഉള്ള കിടക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടിയോട് വീണ്ടും പറയുന്നത് കൊണ്ട് അങ്ങ് എല്ലാം കൊണ്ട് അങ്ങോട്ട് മലത്തി ഇട്ട് കൊടുക്കുമ്പോൾ ആലോചിക്കണം. ഇതൊക്കെ തന്നെയായിരിക്കും പിന്നെ ഗതി. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.